എന്നേശുവേ ആരോടും പറയാറില്ലെൻ ആലതല്ലും വേദന ആരാരും അറിയാതെന്നിൽ തീരതല്ലും ശോധന ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 സുവിശേഷമായിരിക്കുള്ള വാതിൽ, 2 ക്രിസ്തുവാകുന്ന വാതിൽ. ക്രിസ്തുവാകുന്ന വാതിൽ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്ന രക്ഷപ്പെടും. നമുക്ക് ജീവിതത്തിൽ ക്രിസ്തുമയമായിരിക്കണം. ക്രിസ്തു മാത്രം. ക്രിസ്തുവും നാവും രണ്ടല്ല ഒന്നായിത്തീരുന്ന അനുഭവം. ഈ ഹൈന്ദവ ഫിലോസഫിയിൽ പറയുന്ന അദ്വൈതം ഉണ്ടല്ലോ, അദ്വൈതം. ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്നതാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യാത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഒന്നായിത്തീരുന്നതാണ് അതിൻ്റെ അർത്ഥം. ജീവാത്മാവും പരമാത്മാവും. അദ്വൈതം, ദ്വൈതമല്ല, അദ്വൈതം, ഒന്ന്. വാസ്തവത്തിൽ ആ ഫിലോസഫി നമ്മളെ സംബന്ധിച്ച് വളരെ സംഗതമാണ്, വളരെ പ്രസക്തമാണ്. എങ്ങനെ? ക്രിസ്തുവും ഞാനും രണ്ടല്ല. ക്രിസ്തുവിൻ്റെ അതേ മനസ്സ് എനിക്ക്, പറയാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം എനിക്ക്, ക്രിസ്തുവിൻ്റെ അതേ ഭാവവും എനിക്ക്, ക്രിസ്തുവിൻ്റെ അതേ ആറ്റിറ്റ്യൂഡ് എനിക്ക്. എൻ്റെ ആറ്റിറ്റ്യൂഡ്സ് മാറുന്നു, എൻ്റെ ആക്ഷൻസ് മാറുന്നു, എൻ്റെ റിയാക്ഷൻസ് മാറുന്നു, എൻ്റെ മനോഭാവം മാറുന്നു, എൻ്റെ ചിന്താഗതികൾ മാറുന്നു. എങ്ങനെ? ക്രിസ്തു അകത്ത് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരുന്ന നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരുക. പൗലോസ് അത് കൂടെ പറയും, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുകയും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരുക. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം, ക്രിസ്തുവിൻ്റെ മനസ്സ്. ഓരോ കാര്യം വരുമ്പോഴും യേശുക്രിസ്തു ആണെങ്കിൽ ഇതെങ്ങനെ വീക്ഷിക്കും, എൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു ആണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ പെരുമാറും, എൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെ സംസാരിക്കും, എൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു ആണെങ്കിൽ ഇപ്പോൾ ആ കാര്യത്തിൽ എങ്ങനെ ഇടപെടും, ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, യേശുക്രിസ്തു ആണെങ്കിൽ ക്രിസ്തു ചെയ്യാത്തതും ക്രിസ്തു പറയാത്തതും ക്രിസ്തു ഭാവിക്കാത്തതുമായ അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ട്. ക്രിസ്തുമയമാണ് നമ്മുടെ ജീവിതം.
കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സാധിക്കുമോ സാരെന്തായി പറയുന്നത്? ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ? മക്കളെ, ഇത് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ സാധിക്കും. ഇതൊക്കെ സാധിച്ചാലേ അക്കരെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തുകയുള്ളൂ കേട്ടോ, അത് പറഞ്ഞേക്കാം. ഇതൊക്കെ സാധിച്ചാലേ സ്വർഗ്ഗരാജ്യത്തിൽ എത്തുകയുള്ളൂ. അല്ല, ഹൃദയം മാറിയില്ലെങ്കിൽ, ഈ ക്രിസ്തുവിൻ്റെ അനുഭവം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിന് പുറത്തായി പോകും. ഈ പറയുന്ന ഞാനും പുറത്തായി പോകും. ഞാനതുകൊണ്ട് ഭയത്തോടുകൂടി പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ദൈവമക്കളോട്, ആളുകളോട് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ക്രിസ്തുവിന് മനസ്സുള്ളവനായി തീർന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സംഭവിക്കാൻ പോകുന്നത് ഞാനും പുറത്തായി പോകും. പലരും എന്നെ ആക്ഷേപിക്കും, ഞാൻ പരിഹാസപാത്രമായി തീരും. എല്ലാവരും കേൾക്കെ എൻ്റെ പാപങ്ങൾ ന്യായവിസ്താര ദിവസത്തിൽ വായിച്ച് കേൾപ്പിക്കും. എല്ലാവരും കേൾക്കെ ഞാനും ലജ്ജാവിവശനായി കേട്ടുകൊണ്ട് നിൽക്കും. അവസാനം പറയും, പോകുമെന്ന് ഞാൻ അറിയുന്നില്ല, നിന്നെ അറിയുന്നില്ല, എനിക്ക് പരിചയമില്ല, പോകുമെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് തീർത്ത് പറയും. പ്രിയപ്പെട്ടവർ, ഇത് സത്യമാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രസംഗിക്കുന്നവനാണോ, അച്ഛനാണോ, അല്ല മെത്രാച്ചനാണോ, ഇതൊന്നും ദൈവത്തിന് ഓട്ടമില്ല. പാവമുണ്ടോ? ഔട്ട്, പുറത്ത്, സംശയമില്ല. പാവമുണ്ടോ? പാവം മാറിയിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ അനുഭവം കിട്ടിയിട്ടില്ലേ? തീർച്ചയായിട്ടും എത്ര ഉന്നതനായാലും ശരി, പാവം ജീവിതത്തിൽ മാറിയില്ലെങ്കിൽ, ഇന്നും വൈരാഗ്യവും പകയും വിദ്വേഷവും പൈശൂന്യവും ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പടി കാണുകയില്ല. ആ ഗേറ്റിങ്ങിലേക്ക് ചെല്ലാനൊക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. സത്യമാണ് പ്രിയപ്പെട്ടവർ ഈ പറയുന്നതല്ല. നിങ്ങളൊരു കാര്യം ചെയ്യാമോ? കിട്ടുമോ? നിങ്ങൾക്ക് സമയമുണ്ടോ? സാധു സുന്ദരസിംഗ് എഴുതിയ ക്രിസ്തു സഹിതരും ക്രിസ്തു രഹിതരും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ക്രിസ്തു സഹിതരും ക്രിസ്തു രഹിതരും, വിത്ത് ആൻഡ് വിതൗട്ട് ക്രൈസ്റ്റ്. ക്രിസ്തു സഹിതരും ക്രിസ്തു രഹിതരും. അപ്പോൾ ചെറിയ പുസ്തകം, ഒന്ന് വായിച്ച് നോക്കിയാൽ നല്ലതാണ്. ഈ ഇങ്ങനെയുള്ള ഭക്തന്മാരായ വിശുദ്ധന്മാരായ ആളുകൾ എഴുതിയിട്ടുള്ളത് വായിക്കുന്നത് പ്രയോജനമാണ്. അത് വായിക്കുമ്പോൾ നിങ്ങൾ ആവേശം കൊള്ളും. അയ്യോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവേ, ഞാൻ ഈ രീതിയിൽ ജീവിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ലല്ലോ, നമുക്ക് മനസ്സിലാകും. എൻ്റെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ഞാൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ലല്ലോ, നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ കാര്യം മനുഷ്യരെ ബോധിപ്പിക്കാം. പള്ളിയിൽ പോകാം, കുരിശ് വരയ്ക്കാം, നമസ്കാരം ചൊല്ലാം, പെരുന്നാളിൽ കൂടാം, ക്ലാസ്സിൽ സംബന്ധിക്കാം, ഇന്നെല്ലാം ഉണ്ട്. പള്ളിക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാം. സുവിശേഷ വിലയ്ക്കും സംഭാവന കൊടുക്കും. പള്ളിയിൽ കൺവെൻഷൻ ഉണ്ടോ, അതിന് സംഭാവന കൊടുക്കും. ഇതെല്ലാം ചെയ്യും. തൃപ്തിയാണെന്ന് പലർക്കും. പ്രിയപ്പെട്ടവരെ, തൃപ്തിയാകാനൊന്നുമില്ല. തൃപ്തിയാകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, മരണത്തോളം ദാരിദ്ര്യം വേണം. മരണത്തോളം ആത്മാവിന് വേണ്ടിയുള്ള ദാരിദ്ര്യം പോരാ. പോരാ കർത്താവേ, പോരാ. ഇനിയും ശുദ്ധീകരണം വേണമല്ലോ കർത്താവ്, ഇനിയും കഴുകപ്പെടണമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഞാൻ കഴുകപ്പെടണമല്ലോ, ഇനിയും എന്നെ കഴുകണമേ. എനിക്കറിയാവുന്നതല്ല ഞാൻ ഏറ്റു പറഞ്ഞു. പക്ഷേ എന്നാലും പോയില്ലല്ലോ കർത്താവേ. എൻ്റെ രക്തത്തിൽ അതിൻ്റെ അടിവേരുകളുണ്ടല്ലോ, രക്തത്തിൽ വേരുണ്ടല്ലോ, പാപത്തിൻ്റെ വേരുകളുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ ഹ്യൂമൻ ബ്ലഡ്, എൻ്റെ ഈ മനുഷ്യ ശരീരത്തിലെ രക്തം, അത് പാവമുള്ളതാണ്. എൻ്റെ പൂർവികന്മാരിൽ നിന്ന് തലമുറയായി എനിക്ക് ലഭിച്ച രക്തമാണ് എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. കർത്താവേ, ഈ രക്തം മാറി, കുരിശിൽ ചൊരിഞ്ഞ രക്തം എൻ്റെ സിരകളിൽ കൂടെ ഒഴുകണം. പറയുമോ നിങ്ങൾ? എൻ്റെ ശരീരത്തിലെ ഈ രക്തം മാറിയിട്ട്, എൻ്റെ കർണയുള്ള കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ അത്തി രക്തം എൻ്റെ ശരീരത്തിലെ സിരകളിലൂടെ ഒഴുകുന്നത് ഞാൻ വിശ്വാസത്തിൽ അറിയണം, വിശ്വാസത്തിൽ അനുഭവിക്കണം. അതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധന്മാരായി തീരുക. ചെറുതൊന്നും പോരാ, നമുക്ക് വിശുദ്ധരായി തീരണം. എൻ്റെ കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഉന്നതമായ രാജ്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ശാശ്വതമായ ജീവിതമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സത്വന്മാരായ മിശിഹാഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് കരുതിയിരിക്കുന്നത്, പുണ്യന്മാരായ മിശിഹാഭക്തന്മാർക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് കരുതിയിരിക്കുന്നത്, കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ഈ നിത്യമായ സമ്പത്താണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള താൽക്കാലിക ജീവിതം, വളരെ താൽക്കാലികമായ ജീവിതം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ബാല്യകാലം മുതലുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എത്ര പെട്ടെന്നാണ് ബാല്യം കഴിഞ്ഞു പോകുന്നത്. കൗമാരകാലവും കഴിഞ്ഞു, യൗവനകാലവും കഴിഞ്ഞു. ഓർക്കൂ, നിങ്ങൾ ഓരോരുത്തർ ചിന്തിച്ച് നോക്കൂ. ഇതാ ജീവിതത്തിൻ്റെ ഏതാണ്ട് അസ്തമയത്തേക്ക് അടുക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാറായി വരികയാണ്. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. സൂര്യൻ അസ്തമിക്കാറായി വരുന്നു. വൈകുന്നേരമായി, സൂര്യൻ വെയിൽ ചാഞ്ഞു തുടങ്ങി, അസ്തമിക്കാറായി. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇപ്പോൾ ഈ അസ്തമയത്തോടടുത്ത് ഞാൻ ചിന്തിക്കുകയാണ്, ചെയ്യേണ്ടത് ചെയ്തു തീർത്തില്ലല്ലോ, പറയേണ്ടത് പറഞ്ഞു തീർന്നില്ലല്ലോ. എൻ്റെ കർത്താവേ, കടം കുറേയുണ്ടല്ലോ, കുറേയേറെ കടം. പൈസയുടെ കടമല്ല, എൻ്റെ ദൈവത്തിൻ്റെ വേല ചെയ്യാത്ത കടം. കർത്താവിൻ്റെ വേലയിൽ വിമുഖത, വൈമുഖ്യം കാണിച്ചത്, അലസത വന്നുപോയത്, ഇതെല്ലാം ഞാനിപ്പോൾ ഏറ്റു പറയുകയാണ്. എന്ന ദിവസത്തിലിരിക്കുമ്പോൾ അതൊക്കെ ഏറ്റു പറയുന്നത്.
നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല സമയങ്ങൾ എല്ലാം പാഴാക്കി കളഞ്ഞല്ലോ, എല്ലാം പോയിപ്പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇനിയുള്ള അല്പശിഷ്ടായുസ്, അല്പം, ഒരു നേരിയ ഒരു കാലം, എത്രയുണ്ടെന്ന് അറിയാൻ പാടില്ല, ഉള്ളത് യേശുവെ മുഴുവൻ നിനക്ക് എൻ്റേതെല്ലാം വിടുന്നു, എൻ്റേതായ താല്പര്യങ്ങൾ വിടുന്നു, എൻ്റെ ഇഷ്ടങ്ങൾ വിടുന്നു, എൻ്റെ ശരികൾ വിടുന്നു, എൻ്റെ ആത്മീയം വിടുന്നു, എൻ്റെ ശുശ്രൂഷ വിടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി നിൻ്റേത് മാത്രം യേശുവേ, നിൻ്റേത് മാത്രം, വേറൊന്നും വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. കർത്താവേ, എൻ്റെ യേശു സന്തോഷിക്കുന്നത് കാണണം, മതി. ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളൂ എന്നുള്ള എൻ്റെ കർത്താവിന് സ്വരം കേൾക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കണം. ഞാൻ കടന്നു വരുമ്പോൾ നല്ലൊരു വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നുള്ള ശബ്ദം ഞാൻ കേൾക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉടലെടുക്കണം, തീരുമാനം ഉണ്ടാകണം. കർത്താവേ, ഇതുവരെ ജീവിച്ചതുപോലെ ആയിരിക്കില്ല ഞാൻ ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. എനിക്ക് വേണ്ടി ക്രിസ്തു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, ആ തിരുവിലാവ് തുറന്നിരിക്കുന്നു. ആ തിരുവിലാവിൽ കൂടിയാൽ വിശ്വാസത്താൽ, കർത്താവെ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള വിശ്വാസത്താൽ, എൻ്റെ പാപത്തിന് ശിക്ഷ ക്രിസ്തു വഹിച്ചു എന്നുള്ള വിശ്വാസത്താൽ ആ തിരുവിലാവിൽ കൂടി ഞാൻ അകത്ത് പ്രവേശിക്കട്ടെ. കർത്താവെ, എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ പ്രവേശിച്ച് അവിടെ ഞാൻ കൊടിവാർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ഹൃദയത്തിൽ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇതൊരു ഭാഗ്യമല്ലേ? യേശു ക്രിസ്തുവിൻ്റെ ഹൃദയാന്തരാളത്തിൽ മനുഷ്യൻ കടന്ന് താമസിക്കുക, വസിക്കുക, സുരക്ഷിതനായിരിക്കുക. അവിടെ സുരക്ഷിതത്വമുണ്ട്. പിശാച് അടുക്കുകയില്ല, ശത്രു പ്രലോഭനങ്ങളുമായി അടുക്ക വരികയില്ല, പൈശാചികൻ പാവത്തിൻ്റെ പ്രേരണകളുമായി അടുക്കലേക്ക് വരികയില്ല. എല്ലാം വഴിമാറും, എല്ലാം മാറിയിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ കൂടി അകത്ത് കിടക്കുക, ആ തിരുമുറികളിൽ കൂടി അകത്ത് കിടക്കുക വിശ്വാസത്താൽ. ദൈവത്തിന് സ്തോത്രം. ആ തിരുമുറികളെ നിങ്ങൾ വിശ്വാസത്താൽ ചുംബിക്കുക. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട പാദങ്ങൾ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കൈകൾ, എൻ്റെ കർത്താവേ, ആ തിരുമുറിവുകളെ ഞാൻ ചുംബിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ താല്പര്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ രക്തത്തിൽ പാപങ്ങളെല്ലാം കഴുകപ്പെടുക, എല്ലാം കഴുകപ്പെട്ട് കിട്ടുന്നു, എല്ലാം കഴുകി കിട്ടുന്നു. എന്തൊരു ഭാഗ്യം! ദൈവത്തിന് സ്തോത്രം. നമ്മൾ പൂർവികന്മാർ പലരും അനുഭവിച്ചില്ല, നമുക്ക് ഈ തലമുറയിൽ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചു. കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ദീപ്തി നമുക്ക് ഇന്ന് പ്രകാശം വരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഭാഗ്യം, എന്തൊരു ഭാഗ്യം! ഈ തലമുറ ഭാഗ്യമുള്ള തലമുറയാണ്. ഈ ദേശം ഭാഗ്യമുള്ള ദേശമാണ്. ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരും ഒരുപക്ഷെ അമേരിക്കയിലോ കാനഡയിലോ ഇരുന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ ന്യൂസിലൻഡിലോ സ്വിറ്റ്സർലൻഡിലോ അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഇരുന്ന് കേൾക്കുന്നവർ, ഓരോരുത്തരും അവർ തീരുമാനിക്കട്ടെ, അവർ കണ്ടെത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ തലമുറയിൽ ഞാൻ ജീവിക്കേണ്ടതായത് മഹാഭാഗ്യം. സ്വർഗീയ മർമ്മങ്ങൾ എനിക്ക് നീ പറഞ്ഞു തരുന്നല്ലോ, സ്വർഗത്തിലേക്കുള്ള വാതിൽ നീ തുറന്നു തരുന്നല്ലോ, ക്രിസ്തു ആകുന്ന വാതിൽ കണ്ടെത്താനുള്ള ഭാഗ്യം എനിക്ക് തന്നിരിക്കുന്നല്ലോ. ക്രിസ്തുവിൻ്റെ ആ തിരുശരീരത്തിലേറ്റതായ മുറിവുകളുടെ അർത്ഥവ്യാപ്തി എനിക്ക് മനസ്സിലായി തരുന്നല്ലോ. കർത്താവേ, ആ തിരുമുറിവുകളെ ഞാൻ തഴുകട്ടെ, ആ തിരുമുറിവുകളെ ഞാൻ ചുംബിക്കട്ടെ, ആ തൃപ്പാദത്തിൽ ഞാൻ വീഴട്ടെ, ആ പാദ വീട് ഞാൻ നമസ്കരിക്കട്ടെ, ആ പാദം ഞാൻ കെട്ടിപ്പിടിച്ച് കരയട്ടെ. അന്ന് മഗ്ദലന മറിയം പാവിനിയായ സ്ത്രീ ശീമോൻ്റെ ഭൂമിയിടയിൽ വന്ന് ഭക്ഷണത്തിരിക്കുന്ന കർത്താവിൻ്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയ കർത്താവിൻ്റെ പാദം നനച്ചു. അവൾ മുട്ടുകുത്തി കർത്താവിൻ്റെ ആ മുറിവേറ്റ പാദത്തെ, കരുണയുള്ള കർത്താവിൻ്റെ ആ വേദനയൂർന്ന പാദത്തെ, കർത്താവിൻ്റെ പാദത്തെ അവൾ ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ദൈവത്തിന് സ്തോത്രം അവൾക്ക് പാപമോചനം കിട്ടി. ഇന്ന് ആ പാദം ഇന്ന് മുറിവേറ്റ പാദമാണ്. ഇന്ന് ആ പാദത്തെ നിങ്ങൾ ചുംബിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെടുകയാണ്. എന്തെല്ലാം സംഭവിച്ചു പോയി! ഒരിക്കലും പാടില്ലാത്തതുപോലെ സംഭവിച്ചു പോയില്ലേ? ഓർത്തു നോക്കൂ. ഒരിക്കലും സംഭവിക്കരുതാത്ത രീതിയിൽ സംസാരിച്ചു പോയില്ലേ? ഒരിക്കലും ശരിയല്ലാത്ത രീതിയിൽ താൻ പെരുമാറിപ്പോയില്ലേ? കോപിച്ചില്ലേ? കോപിച്ച് വിറഞ്ഞില്ലേ? ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കടിച്ചില്ലേ? അല്ല, കാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വഴക്കടിച്ചില്ലേ? നിങ്ങളുടെ ഹൃദയം ക്ഷോഭിച്ചില്ലേ? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ ഉടനെ നിങ്ങൾ ക്ഷോഭിക്കുകയല്ലേ? നിങ്ങളുടെ ആദ്യത്തെ പ്രകൃതി.
പെട്ടെന്ന് ശോഭിക്കുന്നു, പെട്ടെന്ന് ശുണ്ഠി വരുന്നു. അതല്ലേ ആദ്യത്തെ പ്രകൃതി? അതല്ലേ ആദ്യം വരുന്ന റിയാക്ഷൻ? അതല്ലേ കോപം, ശുണ്ഠി അല്ലേ? പിന്നെ ഇപ്പോൾ ചിന്തിച്ച് അത് പാടില്ലായിരുന്നൊക്കെ ചിന്തിക്കും, ഒക്കെ ശരി. പക്ഷേ ആദ്യം വരുന്ന ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? ഫസ്റ്റ് റിയാക്ഷൻ അത് ആദ്യം വരുന്നത് കോപമാണ്, ശുണ്ഠിയാണ്, നീരസമാണ്, കയ്പാണ്. ദൈവത്തിന് ആദ്യം വരുന്നത് അസൂയയാണ്, സ്വാർത്ഥതയാണ്, ദ്രവ്യാഗ്രഹമാണ്. എല്ലാം പെറുക്കി കളയുക. ദൈവത്തിന് സ്തോത്രം. ഈ തിരക്തത്തിലെല്ലാം കഴുകപ്പെടും. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുമോ? കോപത്തിൽ നിന്ന് ജയം കിട്ടിയവരാരെല്ലാം ഉണ്ട്. കോപത്തിൽ ജയം കിട്ടിയവർ, ഒരിക്കലും കോപിക്കില്ല തീരുമാനിച്ചവരാരെല്ലാം ഉണ്ട്. ആരും കൈ വെക്കണ്ട. കോപിക്കില്ല. ഏത് സാഹചര്യം വന്നാലും കോപിക്കില്ല. ഏത് സാഹചര്യം വന്നാലും ഞാൻ ക്ഷോഭിക്കുക, മനസ്സിലാക്കുകയില്ല. ഏത് സാഹചര്യം വന്നാലും ഞാൻ കുരിശിലെ എൻ്റെ യേശുവിനെ കാണും, നോക്കും, അവങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, വലിയ വലിയ യാതനകൾ വരട്ടെ, വലിയ ആപത്തുകൾ വരട്ടെ, വലിയ വലിയ പ്രതിസന്ധികൾ വരട്ടെ, ഞാൻ ക്രൂസിലേക്ക് നോക്കും. പറ്റുമോ നിങ്ങൾക്ക്? ക്രൂസിലേക്ക് നോക്കാൻ പറ്റുമോ? ക്രൂസിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാൻ പറ്റുമോ? ക്രൂസിലേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കൊച്ചുകുട്ടികൾക്ക് പോലും പരിശീലിക്കാം. നിങ്ങൾ പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുക, ക്രിസ്തുവിലേക്ക് ഒന്ന് ഉള്ളഴിഞ്ഞ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട് എന്ന്. കാരണം ഇനിമേൽ പാവം ചെയ്യില്ല എന്നുള്ള തീരുമാനത്തോടുകൂടിയാണ് നിങ്ങൾ നോക്കിയത്. ഇനിമേൽ പാവം വരികയില്ല എന്ന തീരുമാനത്തോടെ നോക്കി നിങ്ങളുടെ അരികിലേക്ക് ക്രിസ്തു ഇറങ്ങി വരും. നിങ്ങളുടെ ബുദ്ധി കർത്താവ് തെളിച്ചു തരും. നിങ്ങളുടെ കഴിവുകൾ കർത്താവ് വളർത്തി തരും. നിങ്ങൾക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസം തരും, ശോഭനമായ ഭാവി തരും. സത്യം മക്കളെ, സത്യമാണിത്. ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികളെല്ലാം ഇരിക്കുന്നുണ്ടല്ലോ. മക്കളെ, നിങ്ങൾ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പഠിക്കുക, ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് പഠിക്കുക. ഞാൻ പഠിക്കുന്നു എന്തിന്? എൻ്റെ യേശുവിന് വേണ്ടി. ഞാൻ ജോലി ചെയ്യുന്നു എന്തിന്? എൻ്റെ യേശുവിന് വേണ്ടി. ഞാൻ അധ്വാനിക്കുന്നു എന്തിന്? എൻ്റെ യേശുവിന് വേണ്ടി. എല്ലാം കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി, യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി തീരുമാനിക്കാമോ? നിങ്ങളുടെ ഓരോ കാര്യവും യേശുവിനെ ഏൽപ്പിക്കാമോ? കമ്മിറ്റ് ദൈ വേ അണ്ടു ഗോഡ്, ഹി വിൽ സസ്റ്റെയിൻ ദീ. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, വഴി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്ക്. കമ്മിറ്റ് ദൈ വേ അണ്ടു ഗോഡ്, ദൈവത്തിൻ്റെ കയ്യിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. അവൻ നിന്നെ പുലർത്തുമെന്നാണ് പറയുന്നത്. ഹി വിൽ സസ്റ്റെയിൻ ദീ, അവൻ നിന്നെ പുലർത്തും. സ്തോത്രം. സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന് ഒരു ദിവസം പറയുന്നു. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഊന്നേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ്. ക്രിസ്തുവിൽ വിശ്വാസം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴുണ്ട് നിങ്ങളുടെ പാവങ്ങളെല്ലാം മാറിപ്പോകുന്നു. പഴയ പ്രേരണകൾ, പാവത്തിൻ്റെ പ്രേരണകൾ, ശോധനകൾ വരുന്നില്ല. പഴയ നിരാശ വരുന്നില്ല, പഴയ കോപം വരുന്നില്ല, പഴയ വാശി വരുന്നില്ല, പഴയ ഇഷ്ടക്കുറവ് വരുന്നില്ല, മുഷിച്ചിൽ വരുന്നില്ല, പഴയ ഹൃദയത്തിലെ ചണ്ടകൾ വരുന്നില്ല, ഹൃദയത്തിലെ കലുഷിത വരുന്നില്ല. ഹൃദയം ശാന്തസുന്ദരമായി തീരുന്നു. പ്രശാന്തമോഹനമായ ജീവിതം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതിന് പൈസ വേണമെന്നില്ല. ഈ ശാന്തിയുള്ള ജീവിതത്തിന് പൈസ വേണമെന്നില്ല, വിദ്യാഭ്യാസം വേണമെന്നില്ല. സ്തോത്രം. അതിന് ഉയർന്ന ഡിഗ്രികളൊന്നും വേണമെന്നില്ല. സ്തോത്രം. അതിന് വേദപാണ്ഡിത്യം വേണമെന്നില്ല, അതിന് വചനനിശ്ചയം വേണമെന്നില്ല, വചനത്തിൽ പാണ്ഡിത്യം വേണമെന്നുമില്ല. ആകെ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. ഒറ്റയ്ക്കൊരു കാര്യം, യേശു ക്രിസ്തുവിനെ വേണം. എൻ്റെ ഈ ചെറിയ ഹൃദയത്തിൽ യേശു വാഴണം, യേശു വസിക്കണം, യേശു ഭരിക്കണം, യേശു നിയന്ത്രിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചെയ്തികളെയും യേശു നിയന്ത്രിക്കണം. കർത്താവേ, നിനക്കായി ഞാനിതാ വിട്ടുതിരിക്കുകയാണ്. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല കർത്താവേ, എല്ലാം യേശുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടോ? അബ്രഹാം മോറിയ മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഇസ്ഹാക്ക് കൂടെയുണ്ട്, കയറിപ്പോകുമ്പോൾ ഇസ്ഹാക്ക് കൂടെയുണ്ട്. പക്ഷെ കയറിപ്പോയ ഇസ്ഹാക്കല്ല ഇപ്പോൾ ഇറങ്ങി വരുന്ന ഇസ്ഹാക്ക്. ഇറങ്ങി വരുന്ന ഇസ്ഹാക്ക് യാഗപീഠത്തിന്മേൽ കൈകളും കാലുകളും കെട്ടപ്പെട്ടവനായി കിടന്നവനാണ്. അബ്രഹാം കത്തി ഓങ്ങിയതാണ്. ദൈവം തക്ക സമയത്ത് വിലക്കി. അതുകൊണ്ട് കഴുത്ത് മുറിച്ചില്ല, കൊന്നില്ല. പിന്നെ അബ്രഹാമിന് ഇസ്ഹാക്കിന് കിട്ടിയത് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ഇസ്ഹാക്കിനെ പോലെയാണ്. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റതുപോലെ, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റതുപോലെ. കാരണം അബ്രഹാം ആ 3 ദിവസം യാത്ര ചെയ്തപ്പോഴെല്ലാം അബ്രഹാമിൻ്റെ ഉള്ളിൽ ചിന്തയുണ്ടായിരുന്നു. യോ, എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലണമല്ലോ, യോ, ആറ്റുതോറ്റ് കിട്ടി ഈ മോനെ ഞാൻ കൊല്ലണമല്ലോ.
ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ആ 3 ദിവസവും യാത്ര ചെയ്യുമ്പോഴെല്ലാം അബ്രഹാമിൻ്റെ മനസ്സിൽ ഇങ്ങനെ വേലിയേറ്റങ്ങൾ, ചിന്തയുടെ വേലിയേറ്റങ്ങൾ കൊണ്ട് വിഷമിച്ചുകൊണ്ട് വരികയാണ്. എങ്ങനെ ഞാൻ കൊല്ലും? അവസാനം ഉറച്ചു. എന്ത്? ഞാൻ കൊല്ലും. തീയിൽ ഇസ്ഹാക്ക് കത്തി അമരും, ഒരുപിടി ചാരമായി തീരും. എന്നിട്ട് ഞാൻ മോറിയ മലയിൽ ഇറങ്ങുമ്പോൾ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എൻ്റെ മോൻ ഇസ്ഹാക്കിനെയും കൊണ്ട് ഞാൻ ഇറങ്ങി വരും. എൻ്റെ ഇസ്ഹാക്കിനെ എൻ്റെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വത്ത് ഉയർപ്പിൻ്റെ ശക്തിയുള്ള സ്വത്തായിരിക്കണം, ക്രൂശിക്കപ്പെട്ട സ്വത്തായിരിക്കണം. നിങ്ങളുടെ കഴിവുകൾ ക്രൂശിക്കപ്പെട്ട കഴിവുകളായിരിക്കണം. നിങ്ങളുടെ ആരോഗ്യം ക്രൂശിക്കപ്പെട്ട ആരോഗ്യമായിരിക്കണം. എല്ലാം ഉയർത്തെഴുന്നേറ്റ ആരോഗ്യം. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ ഇസ്ഹാക്കിനെ കൊടുക്കേണ്ട അബ്രഹാം മോറിയ മല ഇറങ്ങി. ഇന്ന് നിങ്ങൾ കർത്താവിന് സമർപ്പിക്കണം. കർത്താവേ, ഇതാ ഉയർപ്പിൻ്റെ ചൈതന്യമുള്ളതായി ഒരു ജീവിതം എനിക്ക് വേണം. യേശു ക്രിസ്തുവിനിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം എനിക്ക് തരണം. ക്രിസ്തുവിനിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം തരണം. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, തീർന്നു. അത് ഇതോടെ അവസാനിച്ചു, തീർന്നു. കർത്താവേ, ഇതാ ഒരു പുതിയ മനുഷ്യൻ. ആ പുതിയ മനുഷ്യൻ യേശുമയമായ മനുഷ്യനാണ്. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വിശ്വാസം, യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ പ്രത്യാശ, യേശുവിൻ്റെ നന്മകൾ. കർത്താവേ, യേശുവിൻ്റെ ഹൃദയം, യേശുവിൻ്റെ മനസ്സ്. എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ്. ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കർത്താവേ, ഞാനും സമർപ്പിക്കുകയാണ്. നിങ്ങളും പറയൂ കർത്താവിനോട്, കർത്താവേ, യേശുനാഥൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ എനിക്കിതാ തുറന്ന് വിട്ടുതരുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവെ, രക്ഷിക്കണമേ. കർത്താവെ, തൃക്കരൻ്റെ മേൽ വയ്ക്കണമേ. എന്നെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിലെ പാവങ്ങളെല്ലാം മുഴുവനും കത്തി അമർന്ന് ഒരു പുതിയ മനുഷ്യനായി ഞാൻ തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, അതിന് ഉയർപ്പിൻ്റെ ശക്തിയുള്ള ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ തൃക്കരൻ്റെ മേൽ വയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? ഇപ്പോൾ സമർപ്പിക്കാൻ പറ്റുമോ? ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത് ക്രിസ്തുവാകുന്ന വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അകത്ത് വരാം. സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അകത്ത് വന്ന് പ്രവർത്തിക്കാം. ദൈവത്തിന് സ്തോത്രം. സഫലമായ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഫലപ്രദമായ വാതിൽ കൂടി അകത്ത് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാം. കർത്താവിന് സ്തോത്രം. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ആശയോടെ നോക്കുന്നു. സമർപ്പിക്കൂ. കർത്താവെ, ഇതുവരെയുള്ള ജീവിതം തീർന്നു. ഇന്ന് ഞാനിതാ ഒരു പുതിയ മനുഷ്യനാണ്. സമർപ്പിക്കൂ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ പ്രിയമക്കളെ എല്ലാവരെയും കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. നിൻ്റെ മക്കൾക്ക് സ്വർഗീയ ഭോജനം നൽകിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.